ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളെന്ന് പറയില്ലേ, അതുപോലൊരു ദിവസമായിരുന്നു ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. കൂടുതലൊന്നുമില്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ആയാലും അതും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരം വെളുത്ത് ഇന്ന് കുറേ ലേറ്റായിട്ട് എണീറ്റത്. കാരണം ഇന്നലെ കുട്ടികളെത്തുമ്പോൾ ഫ്ലൈറ്റ് ലേറ്റായിട്ട് 4 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ കിടക്കുമ്പോൾ 4:45 പുലർച്ചെ. കുട്ടികളൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ രാവിലെ എണീറ്റു. പാച്ചു ദേ ഇന്നലെ തോമ് വെച്ച് കൊണ്ടുപോയ അപ്പയുടെ കൂടെ പോകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നതായി ഗൂഗിൾസ്. അപ്പോൾ അവനത് അവിടെ ഇരിക്കണാണ്ടപ്പോൾ കൗതുകത്തിൽ വെച്ച് നോക്കണതാട്ടോ. അവനും ഡോണങ്കയുടെ പോലെ ചില നേരത്ത് വലിയ സ്റ്റൈലൊക്കെ കാണിച്ച് തലയുടെ മുകളിലൊക്കെ വെച്ച് നടക്കാറുണ്ട്. അപ്പോൾ ഡിമ്പിൾ ദേ എണീറ്റ് ഡിവൈൻ പറയേണ്ടായിരുന്നു ഡിമ്പിൾ നടന്നുറങ്ങായിരുന്നു എന്ന്. ഭയങ്കര ഉറക്ക ക്ഷീണത്ര ഡിമ്പിളിന്. അപ്പോൾ അങ്ങനെ ഡിമ്പിൾ എണീറ്റു. അപ്പോഴാണ് പറഞ്ഞത് അരുൺ വരുന്നത്. ഡോക്ടർ അരുൺ ട്രിവാൻഡ്രത്താണ്. ലൈസയാണ് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ലൈസി അരുണും അച്ചും. അപ്പോൾ അരുൺ ഇവിടെ സിസ്റ്ററെ കാണാനും തൃശ്ശൂർ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം വിളിച്ചു പറഞ്ഞു വരുന്നുണ്ട്, നമുക്ക് സിസ്റ്റർ അൽഫോൺസ് മരിയനെ കാണാൻ പോകണമെന്ന്. അങ്ങനെ ഡിമ്പിൾ ഒരുങ്ങിയിരുന്നു. അവർ വന്ന് അങ്ങനെ തന്നെ സിസ്റ്ററെ കാണാൻ പോയിട്ട് അപ്പോൾ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ചാക്കോച്ചൻ ഉറങ്ങായിരുന്നു. അപ്പോൾ ഡിവൈനും തോമു വേഗം കയറിപ്പോയി. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു ഒന്ന് കിടന്ന് ഉറങ്ങിക്കോളാൻ. പക്ഷേ തോമുട്ട ഉറങ്ങാണ്ട് ഡിവൈൻ ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലീലാമ്മ നേരത്തെ പോയി, ഡിവൈൻ്റെ അമ്മ രാവിലെ തന്നെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ ദേ ഇപ്പോഴാണ് ഞാൻ മെഴുകുതിരി കത്തിക്കണത്. മെഴുകുതിരി ദേ കത്തിക്കഴിയാറായി. അപ്പോൾ രാവിലെ ഞാൻ ഇതിന് കുരിശ് വരച്ച് എണീറ്റ് പോയിട്ട് പിന്നീടാണ് ഞാൻ ആയം പോലെയാണ് പിന്നെ മെഴുകുതിരി കത്തിച്ചത്. ഞാൻ വിചാരിച്ചു അടുക്കളയിലത്തെ കാര്യങ്ങൾ അരുൺ വരുമ്പോഴേക്കും ചോറും കറികളൊക്കെ വെക്കണം, ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ ഒതുക്കാം. അപ്പോൾ ഞാൻ അരുണിനോട് കയറുമ്പോൾ തന്നെ പറഞ്ഞു, ചേച്ചിയുടെ പണ്ടത്തെ വീട് പോലെ നീ നോക്കരുത്, ആകെ വലിച്ചു വാരിയിട്ടേക്കാന്ന്. അപ്പോൾ അവനും ഭയങ്കര അത്ഭുതം, ഇതുപോലെ വലിച്ചു വാരിയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പാറുവിനോട് പറഞ്ഞു കിച്ചണിലത്തെ കാര്യങ്ങൾ ചെയ്തോന്നിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ശരിക്കും തന്നെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, എല്ലാതും അറിഞ്ഞ് ചെയ്യും ആ മോള്. അപ്പോൾ അങ്ങനെ ഞാൻ കംപ്ലീറ്റൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം 3 ദിവസമായി ഉണ്ടായിരുന്നു ഒതുക്കിയിട്ട്. അടിച്ചു വാരി തുടച്ച് പോകുന്നല്ലാണ്ട് വേറെ ഒന്നും ഒതുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുള്ളതല്ലേ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചു ഓച്ചും കൂടിയിട്ട് ഡാഡിയുടെ കൂടെ അരുണാങ്കളുടെ കൂടെ പോയി. ഡിവൈനും കുട്ടികളും മുകളിലും പോയി. പാറു കിച്ചണിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഓരോ ഭാഗങ്ങളും ഒതുക്കി ക്ലീനാക്കി കൊണ്ടുവന്ന് എനിക്കടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു സാമ്പ്രാണി കത്തിക്കും. അപ്പോൾ അത് കത്തിച്ച് കഴിയുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഫ്രഷായ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറേ സമാധാനമായത്. അപ്പോൾ ഇന്ന് പൊന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാൻസം ഡാഡി കൊണ്ടുവന്നാക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വൈകുന്നേരം കൊണ്ടുവന്നാക്കാം 4 മണിയോടുകൂടി. ആദ്യം ഉച്ചയ്ക്ക് മുമ്പ് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അരുൺ വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാൽ ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡിമ്പിൾ നടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം എന്തായാലും ഡാഡിയല്ലേ കൊണ്ടുവന്നാക്കണേ, ഇത്തിരി ലേറ്റായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഊണിൻ്റെ കാര്യങ്ങൾ ഇവർ ഉച്ചയാകുമ്പോഴാണ് കേട്ടോ, ഡിമ്പിൾ വന്നത് ഉച്ചയാകുമ്പോഴാണ്. സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അവരവിടെ നിന്ന് അങ്ങനെ പർച്ചേസിങ്ങിനൊന്നും നിന്നിട്ടില്ല. സ്വീറ്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എയർപോർട്ടിൽ നിന്ന് എന്തോ 1-2 സംഭവങ്ങൾ സ്നാക്സ് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം ഡിമ്പിളുടെ റൂമും കംപ്ലീറ്റ് ഒതുക്കി, എൻ്റെ റൂമും ഒക്കെ ഒതുക്കി. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസങ്ങളായിട്ട് എനിക്കൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അതൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട്ലറ്റും തൃശ്ശൂർ മീൻകറിയും ഞാൻ വെച്ചോളാം, ബാക്കിയൊക്കെ മോള് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോർക്ക് ഓൾറെഡി വെച്ചതിൽ ഞാനൊരു 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേവിച്ചതിൽ. അപ്പോൾ അതൊന്ന് ചെയ്യേ വേണ്ടു. അപ്പോൾ അതൊക്കെ പാറു തന്നെയാണ് ചെയ്തത്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ ഉണ്ടാക്കൽ മാത്രം, ബാക്കിയൊക്കെ ഒതുക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. മീൻകറിക്കും അതെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കൂട്ടുക, കാരണം അങ്ങനത്തെ മീൻകറി വെക്കാനായിട്ട് അറിയില്ല. കോട്ടയത്തെ മീൻകറിയില്ല. അപ്പം ജെസ്സി അപ്പുറത്ത് വന്നതിൻ്റെ പ്രമാണിച്ച് എനിക്ക് ഇരുമ്പും പുളി കിട്ടി. അപ്പോൾ ഇരുമ്പും പുളി കിട്ടണമെങ്കിൽ ജെസ്സി വന്നാലേ എനിക്ക് കിട്ടുക. അപ്പോൾ അവിടെ വാടകക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും അവിടെ ആളുണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഇരുമ്പും പുളി തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എത്തില്ല. അപ്പോൾ അതേ ഭക്ഷണമൊക്കെ റെഡിയായി. അരുൺ വന്നെങ്കിലും കട്ട്ലേറ്റ് വെച്ച് വേറെ എല്ലാതും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരേ പീസ് കൂട്ടി കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. വേഗം പോയി, 1:30 ആകുമ്പോഴേക്കും അരുൺ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞ് എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് കിടക്കാൻ പോയി. ആ നേരത്താണ് നമ്മുടെ
ചാക്കോച്ചനെ താഴത്തേക്ക് കൊണ്ടുവന്നത് ഡിവൈൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് അമ്മയും മക്കളും താഴേക്ക് വന്നു. ഊണിന് മുമ്പായിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ അത് കിടാവിനെ അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഡിവൈൻ ഊണ് കഴിക്കായിരുന്നത്. ഡോണിനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോണും വന്നു ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ദേന്ന് കൊണ്ടുവന്ന കേക്ക് ദേ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇത്രയും നാൾ കിടന്നിട്ട് ഞങ്ങൾക്കൊരു കേക്ക് ദയക്കാർ തന്നില്ല എന്ന്. അതിനിപ്പോൾ എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് ഈ വളയുടെ ഈ കൊച്ചു വീഡിയോ എനിക്ക് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടി ഞാൻ പിന്നീട് പറയാം കേട്ടോ ആരാണ് എന്താണെന്നൊക്കെ. ആ മോള് എനിക്ക് ചെയ്തു തന്നതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് ചായ കുടിച്ച് തോമൂനെ കാണാനില്ല. അപ്പം ഞാൻ തോമു എവിടെയാണെന്ന് നോക്കാൻ വന്നപ്പോൾ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് കുറച്ച് മണ്ണ് എവിടെ നിന്നൊക്കെയോ തപ്പിയെടുത്ത് കാർമ വെച്ച് തേച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുകയാണ്. കാരണം അവൻ ഹബ്ബിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ബ്രഷ് കൊണ്ട് എന്തെങ്കിലും ഉരച്ച് വണ്ടി വാഷ് ചെയ്യണത്, കാർ വാഷ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരച്ച് കഴിഞ്ഞിട്ട് അപ്പാപ്പനോട് പറയാണ് പോയി വെള്ളം എടുത്തിട്ട് അതൊന്ന് കഴുകി കളഞ്ഞോളെ. അപ്പോൾ ഡിവൈനിനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചൂരിലും കൊണ്ട് വരും. ഇപ്പോൾ 2 ചൂരിൽ വാങ്ങിച്ചിട്ടുണ്ട് 2 പേർക്കും. കാരണം ഒന്ന് പേടിപ്പിച്ച് തുടങ്ങാറായിട്ടുണ്ട് 2 പേരെയും. അങ്ങനെ ഞങ്ങളിതേ ഉറങ്ങി എണീറ്റ് വന്നതിന് ശേഷം ഡിവൈൻ്റെ ബാഗിലായിരുന്നു സ്വീറ്റ്സൊക്കെ. അപ്പോൾ ഡിംപിളിന് കൊണ്ടുപോകാനുള്ളത് ഡിംപിൾ ഓൾറെഡി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വീറ്റ്സും പിന്നെ അത് ഇങ്ങനെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ഉണ്ടല്ലോ പേര് തട്ട അതന്നെ തട്ട എന്ന് പറയും. അതായത് പൊട്ടുകടല വെച്ചിട്ടുള്ള ഒരു പപ്പടം പോലൊരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും പിന്നെ ബട്ടർ മുറുക്കും പിന്നെ സ്വീറ്റ്സും. ഗുജറാത്തി സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ അനുഗമിച്ചിട്ടാണല്ലോ നമ്മളുടെ ഇവിടെയൊക്കെയുള്ള ഈ ദീപാവലി സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടത്തെയാണ് ശരിക്കുള്ള സംഭവം. ഭയങ്കര നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല, ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ ഷുഗർ പ്രമാണിച്ച് 2 ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവരും അതിൻ്റെ ടേസ്റ്റ് നോക്കി. പിന്നെ അവിടെ പോയ അവിടുത്തെ കുറേ വിശേഷങ്ങൾ വട്ടിട്ട് ഇരുന്ന് അങ്ങനെ ഞങ്ങൾ ശരിക്ക് ഡോണിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിംപിളിനെ കൊണ്ടുവന്നാക്കാൻ. അപ്പോൾ ഡിവൈൻ പറഞ്ഞു തന്നാൽ ഞാനും ഡോൺ ചേട്ടനും തോമും കൂടി കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. ആൻസൺ വിളിച്ചപ്പോൾ പറഞ്ഞത് ആൻസൺ ഓൾറെഡി നാളെ കോഴിക്കോട്ടേക്ക് പോവാണ്, മറ്റന്നാൾ ബാംഗ്ലൂർക്ക് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ന്യൂ ഇയറിന് അവരെന്തൊക്കെയോ അവിടെ പരിപാടികൾ വെച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഡിംപിൾ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ മമ്മീനെ കൊണ്ടുവന്നാക്കി പോണ വഴിക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് യാത്ര അങ്ങോട്ട് നീട്ടി. ഡോൺ സംഭവം വന്നെങ്കിലും പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവൾക്കൊരാഗ്രഹം നമുക്കെന്നാൽ സിനിമയ്ക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും സിനിമയുടെ കാര്യം പറയില്ല കേട്ടോ ഡിംപിൾ, വല്ലപ്പോഴേ പറയുള്ളൂ സിനിമയ്ക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ അതേ കണ്ടോ എല്ലാം പാക്ക് ചെയ്ത് വെച്ച് പോകാൻ നിൽക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പാണ് ഇങ്ങനൊരു പ്ലാൻ മാറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല നമ്മളുടെ ദൈവം ഓരോ പദ്ധതികൾ ഒരുക്കുന്നത്. ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനെയായിരുന്നു. രാവിലെ അരുൺ വരുന്നുള്ള യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. വന്നു പോയി, അത് കഴിഞ്ഞ് സിസ്റ്ററെ കാണാൻ പോയി, അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ദേവി പോകണമെന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് പ്ലാൻ മാറി, അതൊരു സിനിമയായി മാറി. അപ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും പറയും നമ്മളൊന്നും പ്ലാൻ ചെയ്യേണ്ട നാളേക്കുള്ളത്. എന്താണോ മുന്നിൽ വന്ന് ഭവിക്കുന്നത് അതുപോലെ നമ്മൾ മുന്നോട്ട് നീങ്ങുക, അതേ വേണ്ടൂ എന്ന് പറയും ഞാൻ. അപ്പോൾ മിക്കവാറും നാളെ ആയിരിക്കും ഡിംപിൾ പോവുക ന്യൂ ഇയർ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. നമ്മളുടെ ചാന്ദിയിലേക്കാണ് പോയിട്ട് ഡോണിൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവിടെ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്കും ഈ കുറ്റാന്വേഷണം ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ സിനിമയ്ക്ക് ഇങ്ങനെ പോകാറില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഡാഡിയും മമ്മിയും മോളും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ വേറൊരു ദിവസമാകുമ്പോൾ കൊച്ചിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഡോണും ഡിവൈനും തോമൂനും കൂടി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് പോണത്. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഇവിടെ പാച്ചുവിന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം മുമ്പ് ലവ്യയുടെയും മാത്തൻ്റെയും കൂടെ പോയപ്പോൾ പോപ്കോൺ കഴിച്ചു എന്ന് പറഞ്ഞു. സിനിമയും കണ്ടു എന്ന് പറഞ്ഞു ഭംഗിയിലിരുന്നിട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെയാണ് കേട്ടോ അവനെയും കൊണ്ട് ഞങ്ങൾ ഫിലിമിന് പോയത്. അപ്പോൾ നമ്മളത് കണ്ടു. നല്ലൊരു ഫിലിം, എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. ഒന്നാമത് ഇങ്ങനത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിദ്ദിഖ് അങ്കിൾ എന്ന് പറഞ്ഞാൽ ഡിംപിൾ വിളിക്കുന്ന ഇതനുസരിച്ച് എൻ്റെ വായിന്ന് തോന്നാം കേട്ടോ. സിദ്ദിഖായാലും മോഹൻലാലായാലും അസലായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ വരുമ്പോൾ ഒരു 12:45 കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരേ കട്ടൻ കുടിക്കാമെന്ന് പറഞ്ഞ് ആ കട്ടനൊക്കെ കുടിച്ച് ഡിംപിളിതേ മോനെയും കൊണ്ട് ഉറങ്ങാൻ പോയി. ഡാഡി ഞങ്ങൾ കട്ടൻ കുടിച്ച് ഡാഡി അങ്ങോട്ട് പോയി.
ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടികൾ ഉണ്ടായത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ നല്ലൊരു ഞായറാഴ്ചയാണ്, ഒന്നും പ്ലാൻ ചെയ്യാത്തൊരു ഞായറാഴ്ച. കാരണം എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കണം കേട്ടോ. വളരെ ചെറിയൊരു സംഭവമാണ്. നിങ്ങൾ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കണം. മാക്സിമം എല്ലാവരും ഒരു ചെറിയ ഔട്ടിങ്ങിന് എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് എല്ലാവരും കുടുംബമടക്കം ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര റിലാക്സ് ആവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.